ഈ കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടന്നുകൊണ്ട് ദിലീപിന് എഴുതിയ ഒരു എഴുത്താണ്. കൂടാതെ ആ എഴുത്തിൽ തന്നെ ജയിൽ വാർഡന്റെ സീലുമുണ്ട്. അതിൽ പൾസർ സുനി എഴുതിയിരുന്ന കാര്യങ്ങളെ കുറിച്ച് ജയിൽ സൂപ്രണ്ട് അഥവാ വാർഡൻ അത് വായിച്ച് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അർത്ഥത്തിലാണ് സീൽ വെച്ച് പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ ഒരു ഇലീഗൽ ആക്ടിനെ കുറിച്ച് ഒരു അധികാരി, സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ജയിലിന്റെ അധികാരി അതിനെക്കുറിച്ച് അറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പോലീസ് മേധാവികളെയോ പോലീസ് അധികാരികളെയോ അത് അറിയിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അത് ചെയ്തില്ല. മറിച്ച് എന്താണ്, ആ പോസ്റ്റ് എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടി അവർ സഹായിച്ചു. ഇതിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് നടക്കുന്നില്ല. ദിലീപ് ഈ കത്ത് റിസീവ് ചെയ്തിട്ട് പോലീസിൽ പരാതിപ്പെടാൻ 28 ദിവസം എടുത്തു എന്നാണ് അറസ്റ്റ് ചെയ്തപ്പോൾ ദിലീപിന് എതിരായിട്ട് ആദ്യമായി പോലീസ് നൽകിയ മൊഴി. എന്നാൽ സത്യാവസ്ഥ അതല്ല എന്ന് പിന്നീട് മനസ്സിലായി. കാരണം എന്നാണോ ഈ എഴുത്ത് കിട്ടിയത് അന്ന് തന്നെ ദിലീപ് പോലീസ് മേധാവിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. വാട്സപ്പ് മെസ്സേജ് എന്തിനാണ് അയച്ചത്, നേരിട്ട് പരാതി തന്നൂടെ എന്നുള്ള ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഇതൊരു ക്രൈമാണ്, അല്ലെങ്കിൽ ക്രൈമിനെ കുറിച്ചുള്ള സൂചന പരാതി കൊടുത്താൽ മാത്രമേ ഒരു പോലീസ് മേധാവി സ്വീകരിക്കണമെന്നില്ല. ഏത് രീതിയിൽ ഏത് തരത്തിലും ഒരു പോലീസിനെ നമുക്ക് ഇൻഫോം ചെയ്യാം, ടെലിഫോണിലൂടെയോ നവമാധ്യമങ്ങളിലൂടെയോ ഒക്കെ പോലീസിനെ നമുക്ക് അറിയിക്കാം. അല്ലാതെ ഒരു പരാതി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ നടപടി എടുക്കൂ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വാക്കുകളല്ല. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹത്തിന് ധാരാളം തിരക്കുകൾ ഉണ്ടാവാം. ഇപ്പോൾ വാട്സപ്പ് കൊടുത്തിട്ട് സമയം അനുസരിച്ചിട്ട് അതൊരു പരാതിയായി കൊടുക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവാം. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വക്കീലാണ് ബഹുമാനപ്പെട്ട കോടതിയെ അദ്ദേഹം വാട്സപ്പ് സന്ദേശം കറക്റ്റ് സമയത്തിൽ തന്നെ അയച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത്. അത് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ കുറ്റവാളി എന്ന് നമ്മൾ ആകെ പറയുന്ന അദ്ദേഹം വളരെ തുടക്കം തന്നെ ഈ കേസിനോട് ഒരു ജെന്യൂനിറ്റി, സത്യസന്ധത അദ്ദേഹം പാലിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി പറഞ്ഞല്ലോ ദിലീപ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരു പ്രതിയുണ്ട്, മാർട്ടിൻ. അദ്ദേഹം പറഞ്ഞു ദിലീപിനെ കുടുക്കിയതാണ്. എന്താ ആ മൊഴി ആരും മുഖവിലേക്ക് എടുക്കാത്തത്? പൾസർ സുനിയുടെ മൊഴി മുഖവിലേക്ക് എടുത്ത പോലീസ് എന്താണ് മാർട്ടിന്റെ മൊഴി മുഖവിലേക്ക് എടുക്കാത്തത്? അപ്പൊ അവിടെ നിയമവും അല്ലെങ്കിൽ സത്യസന്ധതയൊന്നുമല്ല, ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള മൊഴികളെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് അനുകൂലമായ മൊഴികളെ സർപ്രസ് ചെയ്യുന്നു. മാർട്ടിൻ കാശ് കൊടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മാർട്ടിന് ദിലീപ് കാശ് കൊടുത്തുകൊണ്ടാണ് മാർട്ടിൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ പൾസർ സുനിക്ക് മറ്റാരെങ്കിലും കാശ് കൊടുത്തിട്ടായിരിക്കുമല്ലോ പൾസർ സുനി അങ്ങനെ പറഞ്ഞു. ശക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ ഇവര് കുറ്റപത്രം സമർപ്പിച്ചില്ല? ശക്തമായ തെളിവുണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഒന്ന് ക്രോഡീകരിച്ചാൽ മതിയല്ലോ. ദിലീപിന് കടവിൽ കിടന്നുകൊണ്ട് തന്നെ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നു. അത്രയും ശക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതിനാലാവാം 90, 100, 120 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു അപൂർണമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചത്. സ്വന്തം ഭാര്യയായ കാവ്യമാധവനെയും ഏറ്റവും അടുത്ത സുഹൃത്തായ നാദൃശയും വരെ പ്രതിക്കെതിരെ തെളിവുകളാക്കി വെച്ചിരിക്കുക. ജാമ്യാവസ്ഥയിൽ പറയുകയാണ്, അല്ലെങ്കിൽ പോലീസ് കൊടുത്ത നിർദ്ദേശം ഇതാണ്, വിചാരണ നേരിടുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കലും സാക്ഷികളുമായി ബന്ധപ്പെടരുത്. കാവ്യമാധവൻ സാക്ഷിയിൽ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടാമോ? അല്ല, അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം ഭാര്യയും ഏറ്റവും അടുത്ത സുഹൃത്തിനെയും പ്രതിക്കെതിരെ സാക്ഷിയാക്കിയ ലോക ചരിത്രത്തിലെ ആദ്യത്തെ കുറ്റപത്രമാണ് ദിലീപിനെതിരെ പോലീസ് ഫയൽ ചെയ്തത്. എന്തായാലും ഈ സത്യങ്ങൾ നീതിപീഠം തിരിച്ചറിയട്ടെ. അതുവരെ പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.